ചില മാധ്യമങ്ങളുടെ ഭാവനാ സൃഷ്ടികൾ അവരെ എങ്ങനെയെങ്കിലും UDF എത്തിക്കാൻ കഴിയുമെന്നുള്ള വലിയ ശ്രമങ്ങളാണ് അവർ നടക്കുക. എൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നത്. അല്ലാതെ കേരള കോൺഗ്രസ് പാർട്ടി അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല, അങ്ങനെ അജണ്ട ഞങ്ങളുടെ മുമ്പിലില്ല എന്ന് ചെയർമാനും ബന്ധപ്പെട്ട പാർട്ടി സെക്രട്ടറി എല്ലാം തീർത്തു പറഞ്ഞു. അപ്പൊ പിന്നെ അതിനപ്പുറത്ത് കാര്യം നമുക്ക് പറയാനില്ലല്ലോ. ഈ ആനയിരുന്നുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് ഇല്ല, അത് വിവിധ ദേവസ്വം ബോർഡുകളുടെ ചെയർമാൻമാരെ എല്ലാം കൂടെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാമായി ചർച്ച ചെയ്തതിനു ശേഷം കോടതി വിധി എന്താണെന്ന് പരിശോധിച്ചിട്ട് അക്കാര്യത്തിൽ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും. അവരൊരു അഭിപ്രായം തേടി അവരൊരു സത്യവാങ്മൂലം ഇപ്പോൾ കോടതി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ 5 ദേവസ്വം ബോർഡുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ്. ഈ 5 ദേവസ്വം ബോർഡ് ചെയർമാൻമാരുടെ ഒരു യോഗം 5-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കേൾക്കും, തന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കും. അതെല്ലാം കേട്ടതിന് ശേഷം മാത്രമേ നമുക്കൊരു നിലപാടെടുത്ത് പറയാൻ കഴിയൂ. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ കാര്യം ഇപ്പോൾ പാലിച്ചുകൊണ്ടാണ് ഇപ്പം നടന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങൾ നടന്നിട്ടുണ്ട്. തിരുവമ്പാടി സെക്രട്ടറി പൂരത്തിന് ഈ 3 മീറ്റർ നമ്മൾക്ക് ആപ്ലിക്കബിൾ അല്ലാന്നൊരു അത് അവർ പറഞ്ഞതിനകത്തൊരു അടിസ്ഥാനമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമം അനുസരിച്ച് നമുക്ക് വെടിക്കെട്ടിന്റെ പ്രശ്നത്തിൽ ഉൾപ്പെടെ ഏതാണ്ട് 35ഓളം ഭേദഗതിയിൽ വന്നപ്പോൾ പൂരമൊക്കെ നടത്താനുള്ള പ്രായോഗികമായ വിഷമങ്ങളുണ്ട്. അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ അപ്പം തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് കത്തയക്കുകയുണ്ടായി. അക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിലപാടിൽ മാറ്റം വരുത്തണം. അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ ദേവസ്വം ബോർഡുകളുമായി ചർച്ച ചെയ്തതിനു ശേഷം അക്കാര്യത്തിൽ നിലപാടുകൾ. ഈ ആകാശപാതയ്ക്ക് തടസ്സം സർക്കാരാണെന്നൊക്കെ ഇന്നലെയും തിരുവഞ്ചൂർ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി തന്നെ അതിന് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. കാരണം ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന്റെ പദ്ധതി അല്ലത്. അത് നാറ്റ്പായ്ക്ക് റോഡ് സേഫ്റ്റി അതോറിറ്റിയായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രോജക്റ്റാണ്. സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതല്ല വിഷയം. അപ്പോൾ റോഡ് സേഫ്റ്റി അതോറിറ്റിയാണെന്ന് 5 കോടി രൂപ അതിനു വേണ്ടി മാറ്റിവെച്ചത്. അത് കിറ്റ്കോയെ അവരെ ഏൽപ്പിച്ചു. ആ നടപടിക്രമങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അപ്രായോഗികമാണെന്ന് പരിശോധനാ റിപ്പോർട്ടിൽ ഇപ്പോൾ വന്നിരിക്കുന്നു. അത് നമ്മളാരും ചെയ്തതല്ല. ഉന്നതന്മാരായ സാങ്കേതിക വിദ്യ, ഇപ്പോൾ മദ്രാസ് IITയും അതുപോലെ തന്നെ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ നിന്നാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഗവൺമെൻറ് വെച്ച ആളുകളല്ല, കൃത്യമായി റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഗവൺമെൻറ് അതിനകത്ത് ഭാഗമാക്കുകയല്ല. ഗവൺമെന്റ് നിലപാട് എന്താണ്? അത് സംബന്ധിച്ച് എന്താണോ ശരിയും ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ആ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയല്ലേ ചെയ്യാൻ കഴിയും. ഏത് ചെയർമാൻമാരെ വിളിച്ചിരിക്കുന്ന ഞാൻ തന്നെയാണ് ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്ക്. ഈ പൊതുവിൽ ഈ വിഷയങ്ങളൊക്കെ കൂടി വന്നപ്പോൾ എന്താണെന്ന് കാര്യങ്ങളൊന്നും അവരുടെ അഭിപ്രായങ്ങൾ തേടണം. ഇത്തരങ്ങൾ കാര്യങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് ഞാൻ തന്നെ വിളിച്ചിരിക്കുന്നു.